ഈ പാട്ട് പാടിയത് നമ്മുടെ പ്രിയ ഷാജൻ സാറിന്റെ വൈഫ് സോണിയയാണ് ആദ്യമായിട്ട് ഫീമെയിൽ സിംഗറായിട്ട് പാടിയത്. വളരെ ഹിറ്റായ ഒരു അനുഗ്രഹീത പാട്ടാണ്. ആ പാട്ട് പാടുവാൻ കർത്താവിന്റെ ദാസിയും വളരെ മനോഹരമായി പാടി. വളരെ സന്തോഷം. ഇതുപോലെ പാടാൻ കഴിവുള്ളവരൊക്കെ നമ്മളോടൊപ്പം പഠിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമാണ്. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു, അനുഗ്രഹിച്ചു, നടത്തിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അടുത്ത പ്രോഗ്രാം ഞാൻ ഫാദിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുവാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം നേരത്തെ ജോയിൻ ചെയ്തതാണ്, രണ്ടാമത് ജോയിൻ ചെയ്തില്ലെന്ന് തോന്നുന്നു. എന്നാൽ അടുത്തതായിട്ട് നമ്മുടെ വർഷിപ്പിലേക്ക് കടക്കുവാൻ പോകുകയാണ്. ഇന്ന് ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു, നടത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നേതൃത്വം കൊടുക്കുന്ന അഗാപ്പെ ചർച്ച് ഖത്തർ എന്ന് പറയുന്ന ഒരു ചർച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു എന്ന് തോന്നുന്നു. ഞങ്ങൾക്കുണ്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊയർ ദോഹയിൽ ഞങ്ങൾക്കുണ്ട്. അവർ പരിമിതമായ സാഹചര്യത്തിൽ അവർ ചില ഗാനങ്ങളൊക്കെ പാടും. തുടർന്ന് ദൈവം അവരെ നടത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞങ്ങളുടെ കൊയർ അനേക ഗാനങ്ങൾ പാടുവാനും CD ഇറക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ദൈവം എല്ലാം നന്നായി ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ചെയ്തപ്പോൾ അല്പമായ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ നേരിട്ടു. ഇന്ന് അതെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം കർത്താവിന്റെ ദാസൻ ഫാസ്റ്റർ ഷാജി കെ ഡാനിയൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. താൻ ദൈവവചനം സംസാരിക്കും. ഞങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റും കൂടെ ഉണ്ട്. ഞാൻ ഈ ദോഹയിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു ഡൽഹിയിൽ. അന്ന് ഞങ്ങള് ഒരു രജോരി ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചത്. ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരായിരുന്നു ഡൽഹിയിൽ. അന്ന് ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് ഞങ്ങളൊരു ഫ്ലാറ്റ് ഒക്കെ മേടിച്ച് ടാഗോർ ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ GB പന്തിലും വൈഫ് ദീൻ ദയാലിലുമാണ് ജോലി ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ കൂടി വന്ന ഒരു ദൈവസഭയുണ്ട്, FGC ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ്. PK സാൻകുട്ടി എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. താൻ കുടുംബമായിട്ട് അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ വൈഫൊക്കെ പല ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ദൈവദാസനാണ് ആ PK സാൻകുട്ടി. കാരണം ഞാനൊന്നും ഒരിക്കലും പ്രസംഗിക്കുവാനോ ഒന്നിനും മുമ്പിലില്ലായിരുന്നു. എന്നാൽ എന്നെ ഒത്തിരി കൈത്താങ്ങിയ ഒരു ദൈവദാസൻ. നമ്മുടെ അനുഭവത്തിലും അതുകൊണ്ടാണ് നമ്മളായിരിക്കുന്ന സഭയും സമൂഹവും ഒക്കെയാണ് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നതും നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതും. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്കൊക്കെ അവസരം തരുവാൻ വേണ്ടി ഇങ്ങനെ ഒരു ചാപ്പൽ സർവീസും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ആ കർത്താവിന്റെ ദാസൻ എന്നെ ഒത്തിരി സഹായിക്കുകയും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അവിടുന്നാണ് പിന്നെ ദൈവം എന്നെ ഒരു തലത്തിലാക്കിയിട്ടാണ് ദോഹയ്ക്ക് പറഞ്ഞയച്ചത്. അപ്രകാരം ഞങ്ങൾ കഴിഞ്ഞ 26 വർഷമായിട്ട് ദോഹയിലാണ് ഞങ്ങൾ കുടുംബമായിട്ട്. ഞാനിപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്ന ആ ദൈവദാസന്റെ മകൻ താൻ അലൻ ഫിലിപ്പ് സാം ഇന്നലെ ദോഹയിൽ കടന്നു വന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ദോഹയ്ക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ചില വിഷയങ്ങളുടെ മുഖത്ത് ദോഹയ്ക്ക് ഒന്ന് വരണം, ഒരു ചേഞ്ച്. താന് 3 വർഷം ദെറാദൂൺ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് വേലയ്ക്ക് വേണ്ടി അമേരിക്കയിലെ പഠനമൊക്കെ കളഞ്ഞ് ദൈവവിളി ഉണ്ടായി താൻ ഡെറാഡൂൺ ബൈബിൾ കോളേജിൽ പോയി 3 വർഷം പഠിച്ച് അതിനുശേഷം തന്റെ വിവാഹം കാനഡയിൽ വെച്ച് നടക്കേണ്ടതാണ്. ഈ ജൂലൈ 26 താൻ കാനഡയിൽ വെച്ച് വിവാഹിതനാകേണ്ടതാണ്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ തന്റെ വിസ പാസ്സായില്ല. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് താൻ ദോഹയിൽ കടന്നു വന്നത്. അദ്ദേഹം നല്ലൊരു വർഷിപ്പ് ലീഡറും പ്രസംഗനും ഒക്കെയാണ്. അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ കൊയറിനെ നയിക്കും. അദ്ദേഹമാണ് കീബോർഡ് വായിക്കുന്നത്. അലൻ ഒന്ന് കൈപൊക്കി കാണിച്ചാട്ടെ. അലൻ ഫിലിപ്പ് സാം. അദ്ദേഹം ഡൽഹിയിലാണ്. അവരൊക്കെ ഫുൾ ഗോസ്പൽ ചർച്ച് മാത്യു വുമൻസ് നേതൃത്വം കൊടുക്കുന്ന ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ പ്രസിഡന്റായി ആ കർത്താവിന്റെ ദാസൻ സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് അലൻ ഫിലിപ്പ് സാം. അതിനോടൊപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ കൊയർ മെമ്പേഴ്സ് ആണ്. അവർ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഇപ്പോൾ തുടർന്ന് അവർ ചില ഗാനങ്ങൾ പാടും. നിങ്ങൾ ആരും ദൈവത്തെ ഓർത്ത് അൺമ്യൂട്ട് ചെയ്ത് പാടണ്ട, നിങ്ങൾ മ്യൂട്ട് ചെയ്ത് കൂടെ പാടിയാൽ മതി. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ചില ഗാനങ്ങൾ പാടുവാൻ പ്രിയ ടീമിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രത്യേക സൂം മീറ്റിങ്ങിൽ കൂടി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ അഗാപ്പെ ഓൺലൈൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്
വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുവല്ലോ. വിശേഷാൽ അതിൻ്റെ നേതൃത്വം നിൽക്കുന്ന ബഹുമാന്യ ദേവദാസന്മാർ, വിശേഷാൽ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ, മറ്റ് അധ്യാപകർ, അതോടൊപ്പം തന്നെ അതിൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാലു ജേക്കബ്, തൻ്റെ കുടുംബം, അങ്ങനെ ഈ ഓൺലൈനിൽ കൂടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ നന്മകളും ഓർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കാം. നമുക്ക് ലഭ്യമാക്കി തീർത്ത ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ നന്മ, ഏറ്റവും ഉന്നതമായ നന്മ, നാം പ്രാപിച്ച ഏറ്റവും വലിയ നന്മ, നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഉന്നതങ്ങളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവിടുത്തെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് മക്കളും അവകാശികളുമാക്കി തീർത്ത് ദൈവസന്നിധിയിൽ നമ്മെ ആക്കി വെച്ച ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ്. ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു സമർപ്പണ ഗാനത്തോടെ ഇന്ന് സന്ധ്യയിലെ ഗാന ശുശ്രൂഷ ആരംഭിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞങ്ങളെ കേൾക്കുന്നവർ ഈ ഗാനങ്ങൾ കേൾക്കുന്നില്ലല്ലോ, അൺമ്യൂട്ട് ചെയ്യേണ്ട, അല്ലാതെ തന്നെ ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം. സൗണ്ട് ഇല്ല. നിങ്ങളത് ദൈവത്തിന് സ്തോത്രം. എന്തോ ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട്. അവർ ഇന്നലെ രാത്രിയിലൊക്കെ ഇവിടെ ഫുൾ വർക്കായിരുന്നു, എല്ലാം നന്നായിട്ട് കേട്ടുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. അത് എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യും. ആ സമയത്ത് നമുക്ക് സ്തോത്രം. ഇനി ആരാണ് ഒരു സാക്ഷി കേൾക്കാം? പ്രിയ കർത്താവിന്റെ ദാസൻ രവീന്ദ്രൻ ജോയിൻ ചെയ്തിട്ടുണ്ടോ പാലക്കാട്ട് നിന്ന്? എന്നോട് അവർക്ക് സാക്ഷി പറയാനുള്ള അവസരം വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഹലോ, പ്രൈസ് ലോർഡ്. നമ്മുടെ പ്രിയ ഷാജി പാസ്റ്ററോടൊപ്പം ആരാധിക്കുന്ന സിസ്റ്റർ അഞ്ജനയുടെ പിതാവും മാതാവുമാണ്. അവർ 3 പേര് ഒരു സൂമിൽ നിന്ന് കയറുന്നുണ്ട്. അവരെ പ്രത്യേകാൽ അഗാപ്പെ ബൈബിൾ കോളേജിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. താൻ ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം അവർ റെക്ടിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കർത്താവിന്റെ ദാസൻ അല്പനേരം കൊണ്ട് ഒരു 5 മിനിറ്റ് ആകാം സാക്ഷി പറഞ്ഞാട്ട് പെട്ടെന്ന്. പ്രൈസ് ലോർഡ്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞാട്ട്. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാദാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് രവീന്ദ്രൻ, ഭാര്യ ബീന, മക്കൾ 3 പേര്. മൂത്തവൻ അഖിൽ, രണ്ടാമത്തത് അഞ്ജന, മൂന്നാമത്തവൻ അക്ഷയ്. അഖിൽ മൂത്ത മകൻ ലണ്ടനിൽ പഠനത്തോടനുബന്ധിച്ച് പോയി. ഒരു പഠനം കഴിഞ്ഞ് ചെറിയൊരു ജോലിയായിട്ടിരിക്കുന്നു. മോള് അഞ്ജന US-ലാണ്, ഷാജി പാസ്റ്ററുടെ ചർച്ചിൽ അംഗമാണ്. പിന്നെ മൂന്നാമത്തവൻ അക്ഷയ്, അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു IT കമ്പനിയിൽ ചെറിയൊരു ജോലിയായിട്ട് അങ്ങനെ പോകുന്നു. ഇവിടെ ചെറിയ സമയത്തിൽ പറയാവുന്ന ഒരു സാക്ഷ്യമല്ല, എന്നാലും ഈ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറയാൻ, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുവാൻ കിട്ടിയ ഈ എല്ലാ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ
കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞങ്ങൾ വലിയ ഒരു ദേശത്തെ ഒരു പ്രമാണി എന്ന് വെച്ചാൽ ദേശത്തുള്ള സമുദായത്തിൽ പലർക്കും പല രീതിയിലുള്ള തീർപ്പുകളൊക്കെ കൽപ്പിക്കുന്ന, അതല്ലെങ്കിൽ ഒരു നല്ല ദേശത്തെ ഒരു പ്രമാണിയുടെ ഒരു 9 മക്കളിൽ 7ാമനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾ ഹിന്ദു കുടുംബത്തിൽ ഉള്ള അംഗങ്ങളാണ്. യേശുവിനെ അറിയാൻ സാഹചര്യം കിട്ടിയ എല്ലാ കാര്യങ്ങളും മുഴുവനായിട്ട് തീർത്തു പറയാൻ സമയമില്ല, എന്നതിനെ ചുരുക്കി പറയാണ്. വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് ജോലി കാര്യങ്ങളായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയി. ഞാനൊരു ലെയ്ത്ത് വർക്കറാണ്, ടർണർ. അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയ 25ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. ഞങ്ങൾക്ക് 3 മക്കൾ ഉണ്ടായി. അവരെ കാര്യമാണ് പറഞ്ഞത്. ഭാര്യ വീട്ടിൽ ഞാൻ വിരുന്ന് പോകുന്ന സമയങ്ങളിൽ, തൃശ്ശൂരാണ് ഭാര്യ വീട്, അവിടെ പല ക്രിസ്തീയ പള്ളികളിലും അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളുടെ ചുമരുകളിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന വചനം ഞാൻ വായിക്കും. അന്ന് ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഇപ്പോൾ 10 വർഷമായിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷമായി. അപ്പോൾ നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ ഈ വചനം കാണുമ്പോൾ എനിക്കിങ്ങനെ ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത ഇല്ല. പക്ഷേ ഭാര്യയുടെ അമ്മയും വീട്ടുകാരൊക്കെ വിശ്വാസത്തിലാണ്. അവിടെ ചെല്ലുമ്പോൾ ഭാര്യ മാതാവ് ഇങ്ങനെ വചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ട്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഹിന്ദു കുടുംബത്തിൽ നിന്നായതുകൊണ്ട്, ഞങ്ങളുടെ നാടാണെങ്കിൽ ഈ പ്രത്യേകിച്ച് യേശുവിനെ കുറിച്ചോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനി ആ ഒരു വിഭാഗത്തിനെ കുറിച്ച് അത്ര വലിയ ഗ്രാഹ്യം പോരാ. അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളുടെ ദൈവം അല്ലേ എന്നാണ് ചോദിക്കുക. അത്രേ അവർക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് പോയത്. എന്തായാലും ഈ വചനം ഇങ്ങനെ മതിലുകളിലൊക്കെ വായിച്ച് ഞാൻ, നീയും യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും കുലുങ്ങി പോകുന്നില്ല, അതല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ രക്ഷ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അന്വേഷിക്കാനൊരു ത്വര അല്ലെങ്കിൽ ഒരു വാഞ്ച ഉണ്ടായി. അങ്ങനെയാണ് അത് അന്വേഷിച്ചപ്പോൾ അങ്ങനെ എന്തായാലും ക്രിസ്തുവിനെ അറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ഭാര്യ മാതാവിലൂടെയും അവിടുത്തെ ചർച്ചിലെ പാസ്റ്റർമാർ ഞാൻ വന്നിട്ടുണ്ട് പറയുമ്പോൾ അവരുടെ ഒരു കൂടി എല്ലാം കൂടി ആയിട്ട് ഞാൻ അങ്ങനെ എന്തായാലും ദൈവത്തെ അറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞങ്ങൾ കുടുംബമായി ഇപ്പോൾ കർത്താവിനെ സേവിക്കുന്നു. 10 വർഷമായി. പിന്നെ മോള് ഞാൻ അവരുടെ സാക്ഷ്യമായി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മൂത്ത മോൻ ലണ്ടനിൽ പോയ കാര്യം ഒക്കെ ഒരുപാട് ദൈവത്തിൻ്റെ വലിയ കൃപകൾ ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് മോൻ അവിടെ എത്തിപ്പെടാൻ പറ്റി. മോള് US-ലാണ്. അവളെ 5 വർഷം മണക്കാല ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയതും അവിടുത്തെ അനുഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സാക്ഷ്യമായി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. എങ്കിലും ഞങ്ങൾ ദൈവത്രത്തോളം ഉയർത്തി ദേശത്ത് ഈ ഹിന്ദു കുടുംബത്തിൽ നിന്നും വന്ന് ഈ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഈ ദേശത്ത് ഞങ്ങളെ ഒരുക്കിയതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ദാവീദ് പറഞ്ഞ പോലെ ഇത്രത്തോളം ഈ ദേശത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ ആ ഒരു രീതിയിൽ ഞങ്ങളിപ്പോൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മക്കളെ മൂവരെയും അവർക്ക് തക്കതായ തുണകളെ ലഭിക്കാനും അവരുടെ ഭാവി കാര്യത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ സഹോദരങ്ങളും എല്ലാവരും, ഞാൻ പറഞ്ഞു 9 മക്കളിൽ 7ാമത്തവനാണ്. എല്ലാവരും വിശ്വാസത്തിൽ ആരും വന്നിട്ടില്ല. അവരുടെ കുടുംബം എല്ലാവരും വരുവാനും ഈ നിത്യത നഷ്ടപ്പെടാതിരിക്കാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ ചെറിയ സാക്ഷ്യം ഞാൻ നിർത്തുന്നു. പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നിരുന്നാലും പിന്നെ ഞങ്ങൾക്കിങ്ങനെ വചനം പഠിക്കാൻ മോളാണ് ഒരവസരം ഒരുക്കി തന്നെന്ന് വെച്ചാൽ, അവൾക്ക് ബൈബിൾ കോളേജിൽ അവൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ വചനം പഠിക്കണം, അച്ഛനെയും അമ്മേനെയും പഠിപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം അവളിലും ഉണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു അവസരം ഇപ്പോൾ കിട്ടിയപ്പോൾ അഗാപ്പെ ചർച്ച് മുഖാന്തരം ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് കിട്ടിയതിന് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ദൈവദാസന്മാരും ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരെയും കുടുംബം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ ദേശത്ത് നല്ല കഷ്ടതയിലാണ്, എന്ന് വെച്ചാൽ ആത്മീയമായ കഷ്ടതയിലാണ് എല്ലാവരും. ഞങ്ങൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായി മാറി നിന്നതുകൊണ്ട് കുടുംബങ്ങളൊന്നും ഞങ്ങളോട് ആരും മിണ്ട പോലുമില്ല. അപ്പോൾ നിങ്ങൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വളരെ പരിജ്ഞാനത്തോടെ സാക്ഷ്യം പറയുവാൻ ദൈവം തന്നെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നെങ്കിലും വളരെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വളരെ ശക്തമായി ദൈവിക കാര്യങ്ങൾ പറയുവാൻ കൊടുത്ത നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ആ മോളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുത്തുവാൻ
ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ദൈവവചനം പഠിക്കുന്നത് കേൾക്കുവാൻ അവരുടെ ആത്മീയമായ ഉണർവിനൊക്കെ കാരണമായി തീരുന്നു എന്നുള്ള അനേക സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായി തീരുന്നത് വളരെ സന്തോഷമാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഇനിയും അടുത്ത ഒരു ഫാദിൽ തന്നെ ഒന്ന് പരിചയപ്പെടും. തന്റെ ക്യാമറ ശരിയല്ല എന്നെനിക്ക് മെസ്സേജ് അയച്ചു. എങ്കിലും ഫാദിൽ എന്ന് പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്റെ പശ്ചാത്തലം ഞാൻ പറയുന്നില്ല, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താൻ തന്നെ ഒന്ന് പരിചയപ്പെടും. അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താൻ ഒരു 20 വയസ്സ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ താൻ ഒരു 20 വയസ്സുള്ള ഒരു പൈതലാണ്. ഇന്നത്തെ യുവജനങ്ങളൊന്നും ഇങ്ങനെയുള്ള ബൈബിൾ പഠനത്തിന് ഒന്നും താല്പര്യം കാണിക്കാതിരിക്കുമ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഈ ദൈവവചനം പഠിക്കുവാൻ കാണിക്കുന്ന ഉത്സാഹത്തിന് ബിഗ് സല്യൂട്ട്. ദൈവം സഹായിക്കട്ടെ. തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. ഫാദിൽ പ്ലീസ്. എന്റെ ഓഡിയോ ഓഡിബിൾ ആണോ സർ? കേൾക്കാം. ഓക്കെ. എൻ്റെ പേര് ഫാദിൽ. ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ 3rd ഇയർ BCA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് 21 വയസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു ക്ലാസ് ഉണ്ട് എന്ന് അറിഞ്ഞത്. അമ്മ അറിഞ്ഞത് വേറൊരു ഫ്രണ്ട് മുഖാന്തരം അറിഞ്ഞു. എനിക്ക് ഈ ക്ലാസ്സായിലൂടെ കുറെ കുറെ പഠിക്കാൻ കഴിഞ്ഞു. അതായത് എനിക്കിങ്ങനെ സൺഡേ സ്കൂളൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് ഈ ക്ലാസ്സിലൂടെ എനിക്ക് കുറെ ബൈബിളിനെ പറ്റിയും എല്ലാം ഇതിനെ പറ്റി എല്ലാം ഏകദേശം കുറെ പഠിച്ചു വരുന്നു ഞാൻ. പിന്നെ വളരെ നന്ദിയുണ്ട് പാസ്റ്റർ, ഇങ്ങനൊരു ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ. താങ്ക് യു. ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം. ഇതുപോലുള്ള അനേകര് കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കാണുന്നത് വളരെ സന്തോഷമാണ്. ഈ പശ്ചാത്തലത്തിൽ നോക്കുക ദൈവവചനം പഠിക്കുവാൻ അവർ കാണിക്കുന്ന നല്ല ഉത്സാഹത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ധൃതി വന്നാൽ അവിടെ പോകേണ്ടതുള്ളത് കൊണ്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുടർന്ന് കർത്താവിന്റെ ദാസൻ അല്പസമയം ദൈവവചനം ശുശ്രൂഷിക്കും. അതിനുശേഷം നമ്മൾ പാട്ട് പാടുന്നതായിരിക്കും. ആദ്യം കർത്താവിന്റെ ദാസന് അതിനുവേണ്ടി സമയം കൊടുക്കുകയാണ്. പാസ്റ്റർ ഷാജി കെ ഡാനിയൽ നമുക്ക് നമ്മുടെ ഓൺലൈനിൽ കൂടെ ഉള്ള ഒരു ദൈവിക ദൂത് ഇന്ന് പകൽ തരും. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കൊയർ ടീം തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വേറെ ആരോ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞായിരുന്നു. ആരായിരുന്നു? ആരോ എനിക്ക് അയച്ചിരുന്നു മെസ്സേജ്. പാട്ട് പാടാൻ തയ്യാറായവർ ഒരു പാട്ട് പാടാം. പാടിയാൽ പോലെ. സ്തോത്രം. സിസ്റ്റർ പാടിക്കാട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകളിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രത്യേക ലാലു സാറിനും ഷാജി പാസ്റ്റർക്കും പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എനിക്ക് ഗിൽഗാൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ അവസരമൊരുക്കുന്നത് ആലിസ് ആന്റോടി തരണത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്ന് അഗാപ്പെ ബൈബിൾ കോളേജിൽ അതിലും പഠിക്കുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു തെലുങ്ക് പാട്ടാണ് ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നത്.
അതിന്റെ അർത്ഥം എങ്ങനെയാണ്? തേനിനേക്കാൾ മാധുര്യമേറിയ കരുണാമയനെ ശരണമാക്കിയവരുടെ താണ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നു. ഈ സ്നേഹവാനായ ദൈവത്തെ നമുക്ക് അറിയുവാൻ ഇടയായി തീർന്നത് എത്ര മാധുര്യമേറിയ ഒരു കാര്യമാണെന്ന് അർത്ഥം വരുന്ന ഒരു തെലുങ്ക് ഗാനത്തിന്റെ ഏതാനും ചില വരികൾ പാടുവാൻ ഞാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. സുധാമധുര കിരണാല അരുണോദയം കരുണാമയരി അരുണോദയം സുധാമധുര കിരണാല അരുണോദയം കരുണാമയരി ശരണം തരുണോദയം തിരുമറുകും ഹൃദയാലു വെലുകൈനവി മിരട്ടാല ചരസൈനവി തിരുമറുകും ഹൃദയാലു വെലുകൈനവി മിരട്ടാല ചരസാലു മറുകൈനవి లోగాలెలు పాపశోగాలలో ఏగాగిలో బృహదు అవివేగలో లోగ పాపశోగా ఏగాగిలో బృహదు అవివేగ తిరుమరుగు హృదయాలు వెలుగైనవి మిరటాల చరసాలు మరుగై శ్రమ హృదయ సహనాలు శ్రమ పాలగా ప్రేమానురాగాలు స్థిరయాస్తిగా సుధా మధుర కిరణాల അരുണോദയം കരുണാമയരി സോദയം. അവസരം നൽകി തന്ന ദേവദാസന്മാരോട് പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിന് മഹത്വം. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ഉത്സാഹത്തിനും ധൈര്യത്തിനും നന്ദി. ദൈവം സഹായിക്കട്ടെ. പാസ്റ്റർ ഇച്ചിരി സമയം ഇപ്പം മെസ്സേജ് പറയുന്നോ അതോ? ഓക്കെ. ഇനി തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയലിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇതിനുശേഷം ഞങ്ങളുടെ കൊയർ പാട്ടുകൾ പാടുന്നതായിരിക്കും. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് രാത്രികാലം നമ്മുടെ ഈ ചാപ്പൽ സർവീസിൽ കൂടി വന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഈ ബൈബിൾ കോളേജിന്റെ പഠനം ഇത്രത്തോളം ഭംഗിയായി നടത്തി തരുന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഈ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലാലുവിനായി കർത്താവിനെ സ്തുതിക്കുന്നു. തന്നെയും ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വാസ്തവമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരു ചെറിയ ചിന്തയ്ക്കായി നമുക്ക് കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കാം. നമ്മൾ കൂടി വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും കർത്താവിന്റെ വചനവും നമ്മളെ ബലപ്പെടുത്തുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവവചനം ശിഷ്യ കേൾക്കുമ്പോൾ പ്രാർത്ഥനയോടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കാം. കർത്താവേ, അടിയനിതാ. മനോഹരമായ ഒരു പാട്ടിന്റെ ഈരടിയുണ്ട്. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. നമ്മുടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ സ്വർഗത്തേക്ക് ഉയർത്തി വെച്ച് പാടാമോ?
അടിയനിതാ ദേവ, അടിയനിതാ ദേവ, അടിയനിതാ ദേവ, അടിയനിതാ. ഈ രാത്രിയിൽ ഒരു വലിയ സമർപ്പണത്തോടെ കർത്താവേ, അടിയനിതാ, അടിയനോട് സംസാരിക്കണമെന്നുള്ള ഒരു വലിയ താല്പര്യത്തോടെ ദൈവത്തിന് മുഖത്തേക്ക് നോക്കുക. ഇന്ന് രാത്രിക്കാലം ഞാൻ സംസാരിക്കുന്ന വിഷയം, നമ്മൾ കർത്താവിനെ തേടുന്ന ഒരു ജനറേഷനായി മാറണം. ദ ജനറേഷൻ ദാറ്റ് സീക്ക് ദ ലോർഡ്. ദൈവ തിരുമുഖം അന്വേഷിക്കുന്ന ഒരു തലമുറ. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ദൈവവചനം പഠിച്ച് കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണം. ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്കറിയാം ഈ ലോകത്തിൽ അനേക ഇടങ്ങളിലേക്ക് നോക്കുന്ന ആശ്രയത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, ഒരാലോചനയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മധ്യയിലാണ് നാം ജീവിക്കുന്നത്. ചിലര് കൈനോട്ടക്കാരുടെ അടുത്ത് പോകും, ചില ലക്ഷണം പറയുന്ന അടുത്ത് പോകും, മന്ത്രവാദികളുടെ അടുത്ത് പോകും. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും ആരുടെ മുഖം അന്വേഷിക്കും? നമ്മൾ പ്രതികൂലങ്ങളിൽ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ദൈവമുഖം അന്വേഷിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. 24-ാം സങ്കീർത്തനം 6-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. നമ്മളെ സ്വർഗം നോക്കുമ്പോൾ സ്വർഗം നമ്മളെ കുറിച്ച് പറയണം, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. നമ്മൾ എന്തിനു വേണ്ടിയാണ് യഹോവയെ അന്വേഷിക്കേണ്ടത്? ഫസ്റ്റ് ക്രോണിക്കൽസ് 16-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവീൻ, അവന്റെ മുഖം നിരന്തരം അന്വേഷിക്കുവീൻ. നമ്മൾ യഹോവയുടെ ശക്തി, അവന്റെ പവർ, നമ്മൾ എന്തിനു വേണ്ടി യഹോവയെ അന്വേഷിക്കണം? അവന്റെ ശക്തി നമ്മളിൽ പകരുവാൻ. അവന്റെ മുഖം നമ്മൾ അന്വേഷിക്കുന്നത് അവന്റെ ശക്തി തേടുവാനാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ദൈവിക ശക്തി, സീക്ക് ദ ലോർഡ് ആൻഡ് ഹിസ് സ്ട്രെങ്ത്, സീക്ക് ഹിസ് ഫേസ് എവർമോർ. എപ്പോഴും തിരുമുഖം അന്വേഷിക്കുന്ന ഒരു തലമുറ. യഹോവയെ അന്വേഷിക്കുന്ന ഹൃദയം സന്തോഷിക്കട്ടെ. ഫസ്റ്റ് ക്രോണിക്കൽസ് 16:10 പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. ദൈവമക്കളെ, നമുക്കൊരു പ്രത്യേക സന്തോഷം ദൈവം തരും. ഈ ലോകം തരാത്ത സന്തോഷം, ലോകം തരാത്ത സമാധാനം ദൈവം നമുക്ക് തരുന്നത് ഓർത്ത് നമ്മൾ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. നമ്മളുടെ കർത്താവ് നമ്മളോട് പറയുന്നത് ഒരു കമാൻഡായിട്ടാണ്. 27-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം, കർത്താവേ, എൻ്റെ ആവശ്യങ്ങളിൽ, എൻ്റെ പ്രയാസങ്ങളിൽ, എൻ്റെ രോഗശയ്യയിൽ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങന്റെ അടുത്തു വരണം, എന്നോട് ഇടപെടണം. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദൈവം നമ്മളോട് അടുത്ത് വരുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സീക്ക് ദ ലോർഡ് while he may be found, call upon him while he is near. നമ്മുടെ ദൈവം നമ്മുടെ അടുത്തുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്കുള്ള വിശ്വാസം ഉറപ്പും അതാണ്, ദൈവം നമ്മുടെ അടുത്തുണ്ട്. ഞാൻ അവന്റെ മുഖം അന്വേഷിക്കും. എൻ്റെ ആവശ്യങ്ങളിൽ, എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ സന്തോഷത്തിൽ, എനിക്ക് സന്തോഷം പകരുന്ന ദൈവ സാന്നിധ്യത്തിൽ ഞാൻ എപ്പോഴും അന്വേഷിച്ചോട് നിരന്തരം അവന്റെ മുഖം ഞാൻ അന്വേഷിക്കും. ആമോസിന്റെ പ്രവചനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തെ അന്വേഷിപ്പീൻ. ദൈവമക്കളെ, ഈ ലോകത്തില് നമുക്ക് ശ്വാസം തരുന്നത്, നമുക്ക് ജീവൻ തരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ നിരന്തരം ദിനം അന്വേഷിക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുവാൻ വേണ്ടുന്ന കൃപയും ശക്തിയും ബലവും ആരോഗ്യവും എല്ലാം പകരും. ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന്
നിന്നെ തേടുന്നു, അങ്ങയെ തേടുന്നു, അങ്ങയുടെ മുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാക്കി നീ എന്നെ തീർക്കണമേ. നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാം, അവനോട് നമുക്ക് സംസാരിക്കാം. യെരമ്യാ പ്രവചനം 29 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഇന്ന് രാത്രി നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എന്ത് പ്രശ്നം വന്നാലും അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുവാൻ എന്നെ നീ സഹായിക്കണം. And you will seek me and find me when you search for me with all your heart. നമ്മൾ ഹൃദയം തുറന്ന് ദൈവത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവൻ നമ്മളോട് അടുത്തു വരും. എന്താണ് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗോഡ് സീക്കർ. യഹോവയെ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ പ്രത്യേകത. അനേക പ്രത്യേകതകളോട് ദൈവത്തെ അന്വേഷിക്കും. ആ പ്രത്യേകതകൾ നമുക്കും ഇന്ന് രാത്രികാലം ഉണ്ടാകട്ടെ എന്ന് ഞാൻ വാസ്തവമായി പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, എന്ത് വില കൊടുത്തും ക്രിസ്തുവിനോട് കൂടെ പോകുവാൻ നമ്മൾ മനസ്സുള്ളവരായിരിക്കണം. എന്ത് വില കൊടുത്തും. നമുക്കറിയാം, ക്രിസ്തുവിനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ വില കൊടുക്കേണ്ടി വരും. നമ്മൾ പലരുടെയും സാക്ഷ്യം കേട്ടു. അവരവരുടെ സമുദായങ്ങൾ വിട്ട്, അവരുടെ ആരാധനകൾ വിട്ട് വലിയ വില കൊടുത്ത് കർത്താവിനെ അന്വേഷിക്കുകയാണ്. എന്ത് വില കൊടുത്തും. അതാണ് ഒരു ദൈവ അന്വേഷിയുടെ, ഒരു ഗോഡ് സീക്കറിന്റെ, ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ ഒരു വലിയ ഹൃദയത്തിലെ താല്പര്യം. ഒന്നിനാലും നിന്നെ തള്ളിപ്പറയുവാൻ, ഉപേക്ഷിക്കുവാൻ കർത്താവെ നീ ഇടവരുത്തരുത്. വില്ലിംഗ് ടു ഗോ വിത്ത് ജീസസ് റിഗാർഡ്ലെസ് ഓഫ് ദ കോസ്റ്റ്. എന്ത് പ്രൈസ് കൊടുത്തു നമുക്ക് കർത്താവിനെ അന്വേഷിക്കണം. മത്തായി സുവിശേഷം 19 അധ്യായം 29 വാക്യത്തിൽ പറയുന്നു, എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വീടുകളെയോ എല്ലാം വിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ അതിന് അനേക മറുവിലയായി നമുക്ക് പ്രതിഫലം ലഭിക്കും. അവൻ നിത്യജീവന് അവകാശിയാകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സോ ഒന്നാമത്തെ പ്രത്യേകത, എന്തു വില കൊടുത്തും കർത്താവിനെ, ക്രിസ്തുവിനെ, ദൈവത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നവരായിരിക്കണം. രണ്ടാമത്തെ പ്രത്യേകത, willing to go with Jesus regardless how painful the present situation. നമുക്ക് എന്ത് വേദനാജനകമായ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ എന്ത് വില കൊടുത്തും നമ്മൾ ക്രിസ്തുവിനെ പിൻപറ്റുന്നവരാകണം. നമുക്കറിയാം, മർക്കോസ് സുവിശേഷം 5 അധ്യായത്തിൽ 24-34 വരെ വാക്യങ്ങളിൽ രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ ചരിത്രം അവിടെ നമ്മൾ വായിക്കുന്നു. എന്ത് വില കൊടുത്തും അവൾ 12 വർഷം അവളുടെ സമ്പത്തും എല്ലാം സ്പെൻഡ് ചെയ്ത് എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് പോയി ഒരു പരിഹാരവുമില്ലാതെ അവൾ കഷ്ടപ്പെടുന്ന അവസരത്തിൽ, വേദനപ്പെടുന്ന അവസരത്തിൽ, ജീവിതം വളരെ പെയിൻഫുൾ ആയി പോകുന്ന അവസരത്തിൽ അവൾ യേശു അതോടെ വരുന്നു എന്നറിഞ്ഞു. എന്ത് വില കൊടുത്തു. അപ്പോൾ വലിയ ക്രൗഡ് മൂലം യേശുവിനോട് അടുക്കുവാൻ കഴിയത്തില്ല. ആ ക്രൗഡിന്റെ ഇടയിലൂടെ അവൾ ഇടിച്ച് യേശുവിന്റെ അടുത്തിയെന്നു. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. അവൾ പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചു. ഒരു വില കൊടുക്കുവാൻ അവൾ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് യേശുവിന്റെ അടുത്ത് ചെന്ന് അവൾ പരിപൂർണ സൗഖ്യം പ്രാപിച്ചു. എങ്ങനെ ഇന്ന് രാത്രികാലം യേശുവിന്റെ അടുത്ത് ചെന്നാൽ നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്. അവൻ നമ്മുടെ പരിഹാരകനാണ്. അവൻ നമ്മുടെ സൗഖ്യദായകനാണ്. അവൻ നമ്മുടെ വേദനയെ ഇല്ലാതെയാക്കി തരുന്നവനാണ്. അവൻ നമ്മുടെ പ്രശ്നങ്ങളെ ലഘൂകരിച്ചു തരുന്ന കർത്താവാണ്. ഈ കർത്താവിനെ നമുക്ക് അടുത്തറിയുവാൻ, അവന്റെ മുഖം അന്വേഷിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്തതായി, യേശുവിനെ, ദൈവത്തെ അന്വേഷിക്കുന്നവർ ഒരു വലിയ ഹങ്കർ, അവരുടെ ജീവിതത്തിൽ യേശുവിനെ അറിയുവാനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം. we need to drive with a personal hunger. ഒരു പേഴ്സണലായ ഒരു ഹങ്കർ, അതായത് ഒരു വലിയ ആഗ്രഹം യേശുവിന് അടുക്കുവാൻ നമുക്കുണ്ടാകും. നമുക്കറിയാം, സക്കായിയുടെ ജീവിതത്തിൽ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ സക്കായി താല്പര്യപ്പെട്ടു. അവൻ ഇതുവരെയും ഒന്നും ചെയ്യാത്ത ഒരു കാര്യം അവൻ ചെയ്തു. മുന്നോട്ടോടി ഒരു കാട്ടത്തിമേൽ കയറി യേശു വരുന്നത് നോക്കിയിരുന്നു. അതായത് വലിയൊരു പേഴ്സണൽ ഹങ്കർ, യേശുവിനെ കാണുവാൻ, യേശുവിനെ അന്വേഷിക്കുവാൻ, യേശുവിനെ ഒന്ന് മനസ്സിലാക്കുവാൻ അവൻ ശ്രമിച്ചത് കൊണ്ട് യേശു അവൻ നിന്ന സ്ഥലത്തെത്തിയപ്പോൾ യേശുവിടെ അവന്റെ മുകളിലോട്ട് നോക്കി. അവൻ ഇരിക്കുന്ന സ്ഥലം കണ്ടു. സക്കായി, നീ വേഗം ഇറങ്ങി. നിങ്ങൾക്കറിയാം, ചരിത്രം അറിയാമല്ലോ. സക്കായി ഇറങ്ങി വന്നു, യേശുവിനെ കൈക്കൊണ്ടു അവന്റെ ഭവനത്തിൽ കൊണ്ടുപോയി. അന്നു മുതൽ ആ ഭവനത്തിന് രക്ഷ വന്നു എന്ന് വായിക്കുകയാണ്. അപ്പോൾ യേശുവിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ
മൂന്നാമത്തെ ക്വാളിറ്റി, ഒരു പേഴ്സണൽ വലിയ ഹൃദയത്തിലെ താല്പര്യത്തോടെ യേശുവിനോടെ അടുക്കുവാൻ ശ്രമിക്കണം. നമുക്കറിയാം, നാലാമത് ഒരു കാര്യം കൂടെ ഉണ്ട്, വില്ലിംഗ് ടു പേ ദ പ്രൈസ് വെൻ പെർസിക്യൂഷൻ കംസ്. അതായത് പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്മാറുവാനോ നമ്മൾ പരിഭ്രമിച്ചോ നിൽക്കുവാനല്ല, ഒരു പ്രൈസ് കൊടുത്താണെങ്കിലും യേശുവിനോട് അടുക്കുവാൻ ഇന്ന് രാത്രികാലം നമ്മൾ ഒരു തീരുമാനമെടുക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കമായി ഒന്നുകൂടി പറയാം. നമ്മുടെ ജീവിതം യേശുവിനെ അന്വേഷിക്കുന്ന ഒരു ജീവിതമായി മാറണം. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നത്തിന്റെ നടുവിൽ നമ്മളൊരു ദൈവാന്വേഷിയായി, സത്യാന്വേഷിയായി മാറുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അവനെ കണ്ടെത്താവുന്ന സമയത്ത് നമ്മൾ അവനെ അന്വേഷിക്കണം. അവനോട് നമ്മൾ അടുത്ത് എന്നാൽ അവൻ നമ്മളോട് അടുത്ത് വരും. ഒന്നാമതായി ഞാൻ പറഞ്ഞു, യേശുവിനോട് അടുക്കുവാൻ നമ്മൾ ഒരു വില കൊടുക്കേണ്ടി വരും. നമ്മൾ എന്ത് പ്രതികൂലങ്ങൾ സഹിച്ചും യേശുവിനോട് നമ്മൾ അടുക്കുന്നവരായിരിക്കണം. എന്ത് വേദന സഹിച്ചും നാം യേശുവിനോട് അടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ ഒരു വലിയ താല്പര്യത്തോടും ഭാരത്തോടും യേശുവിനെ അറിയുവാനുള്ള ആകാംക്ഷയോട് നാം യേശുവിനോട് അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അവൻ നമ്മളോട് അടുത്ത് വരും. പ്രതികൂലങ്ങൾ വന്നാൽ പിടിച്ചു നിൽക്കുവാനുള്ള കർത്താവിന്റെ കൃപ ചോദിച്ചുകൊണ്ട് ദിനം തോറും നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ അന്വേഷിക്കുന്നവരായി തീരുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അതുപോലെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് നമ്മൾ യേശുവിന്റെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാനെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ജീവനും ഭക്തിക്കും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ സകലതും തന്ന് നമ്മളെ മാനിക്കുന്ന കർത്താവിനെ നമുക്ക് ദിനം ദിനം ഓരോ ദിവസവും നമുക്ക് പിൻപറ്റാം. അവന്റെ സന്നിധാനത്തിൽ നമുക്ക് അടുത്തെല്ലാം ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ചോദിക്കാം. അവന്റെ പാദപീഠത്തിലിരുന്ന് ശക്തിയും അനുഗ്രഹവും ബലവും പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ, നമുക്ക് ശക്തി പകരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ എൻ്റെ തിരക്കിൻ്റെ ഇടയിലും കടന്നു വന്ന് ദൈവത്തെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളൊക്കെ ഇപ്രകാരം അല്ലെങ്കിൽ കാണിക്കുന്ന നല്ല സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്തായിട്ട് തന്റെ പ്രവർത്തനങ്ങളെ, സഭയെ എല്ലാം ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി തന്റെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് പ്രാർത്ഥിക്കാം. കേൾപ്പിച്ചുവല്ലോ, മനുഷ്യനെ ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരുവാൻ. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ആഗ്രഹം എന്തായിരുന്നു? എനിക്കിനി അവനെ നേടണം, അവനെ ഒന്നുകൂടെ അറിയണം, പ്രൈസ് ദി ലോർഡ് എന്നുള്ളതായിരുന്നു തന്റെ അത്യാഗ്രഹം. അതുപോലെ നമ്മളും ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ആയിരിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടുവാനല്ല. ഈ ബൈബിൾ പഠനമൊക്കെ അതാണ്. സ്തോത്രം. നമ്മൾ കർത്താവിനെ വീണ്ടും അറിയുവാൻ, വീണ്ടും അന്വേഷിക്കുന്നവരായി തീരുവാൻ, പ്രത്യേകാൽ ഈ അഗാപ്പെ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയും കാരണമായി തീരണം എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും നന്ദി. ഇപ്പോൾ ഞങ്ങളുടെ പ്രിയ കൊയർ മുമ്പോട്ട് വന്ന് ചില ഗാനങ്ങൾ പാടും. അതിനായിട്ട് അവരെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ഷാജി കെ ഡാനിയൽ, ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന വിശേഷാൽ ഈ പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ലാലു ജേക്കബ്, തൻ്റെ കുടുംബം, അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ, പഠിതാക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. പ്രാരംഭത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഞങ്ങൾക്ക് പ്രാരംഭമായി പാട്ടുകളെ പാടുവാൻ സാധിച്ചില്ല. എങ്കിലും ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചു. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ആയി നമുക്ക് തുറന്ന് വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ദൈവസേനയിൽ നമുക്കായിരിക്കാം. കർത്താവിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചില ഗാനങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില ഗാനങ്ങളാണ് ഞങ്ങൾ പാടുന്നത്. നിങ്ങൾ ആരും അൺമ്യൂട്ട് ചെയ്യേണ്ട, മ്യൂട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. എന്നാൽ കൂടെ നിങ്ങൾക്ക് പാടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ് പാടുന്നത്. സമർപ്പണത്തോടെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മെ നന്നായി അറിയുന്ന കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മെ നന്നായി സമർപ്പിച്ചുകൊണ്ട് നമ്മെ നന്നായി നടത്തുന്ന ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം.
കർത്താവ് നമ്മെ തേടിയെത്തി. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ വീണ്ടെടുത്തു, നിത്യജീവന്റെ അവകാശികളാക്കി തീർത്തു. ഈ ധരയിൽ അവൻ നമ്മെ നന്നായി നടത്തുന്നു. നാം പാടിയതുപോലെ അവൻ നമ്മെ മെനഞ്ഞു, അവൻ നമ്മെ നന്നായി നടത്തി, ആ പൊൻകരത്തിൽ നമ്മെ വഹിച്ചു. ആ കർത്താവിന് നമുക്ക് നന്ദി പറയാം. അവസാനമായി ഇപ്രകാരമുള്ള വരികളാണ് പാടിയത്. ആ സ്വർഗീയ ശില്പി, ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവേറ്റവും ആസന്നമായി. ഈ മൺകൂടാരങ്ങളെ അവൻ മാറ്റി വിണ്മയമായ ശരീരം ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീരും. ആ ഭാഗ്യകരമായ പ്രത്യാശയിൽ വിവിധ രാജ്യങ്ങൾ, വിവിധയിടങ്ങളിലായിരുന്ന നമ്മെ ക്രിസ്തുയേശു മുഖാന്തരം നമ്മെ ഒന്നിപ്പിച്ചു നിർത്തിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുകൂടി പാടുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ നന്ദി പറയുകയാണ്, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ചില ഗാനങ്ങൾ കൂടി നാം പാടി കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. നമ്മെ വീണ്ടെടുത്ത ആ കർത്താവിനെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മെ വീണ്ടെടുക്കുവാൻ ഉന്നത മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർത്തിട്ട് തൻ്റെ ചങ്കില ചോരയാൽ നമ്മെ വിലയ്ക്ക് വാങ്ങി, ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, നമുക്ക് ഒരുമിച്ച് ആ കുഞ്ഞാടിന് മഹത്വം കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം. Say
തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. ഹല്ലേലൂയ. പ്രാണപ്രിയൻ തന്റെ ചൊങ്കിലെ ചോരയാൽ നമ്മെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയത്. എത്ര വലിയ കരുതലാണ് ദൈവത്തിന് നമ്മോടുണ്ടായിരുന്നത്. തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ താണഭൂമിയിലേക്ക് അയച്ച് നമ്മെ മക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ അവൻ നമുക്ക് പകരമായി മരിക്കുവാനിടയായി തീർന്നല്ലോ. മറ്റൊന്നും നോക്കാതെ, മറ്റൊരു യോഗ്യതകളും നോക്കാതെ നമ്മെ ഓമന പേർ ചൊല്ലി വിളിച്ച് അവിടുത്തെ മക്കളാക്കി തീർക്കുവാനിടയായി തീർന്നു. ഹൗ പ്രിവിലേജ്ഡ് വി ആർ. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ഇന്ന് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എനിക്ക് വേണ്ടി കരുതുവാനായിട്ട് ആരാണുള്ളത്, എന്നെ സ്നേഹിപ്പാൻ ആരാണുള്ളത്? എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ലോകത്തിൽ സ്നേഹിക്കാമെന്ന് പറഞ്ഞവർ, കരുതാമെന്ന് പറഞ്ഞവർ, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ എല്ലാം ഈ ലോകം കൊണ്ട് അവസാനിക്കപ്പെടുമ്പോൾ, അല്ല ചില പ്രശ്നങ്ങളുടെ മധ്യേ മാറിപ്പോകുമ്പോൾ, ഇന്ന് പകൽക്കാലം മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ മരണത്തിനപ്പുറവും നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഉന്നതനായ ദൈവത്തിന്റെ നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കരുതലോർത്ത്, കരുണയോർത്ത്, എത്ര വലുതാണ് ദൈവസ്നേഹം. ദൈവത്തിന്റെ കരുതൽ എത്രമാത്രം വലുതാണ്. നമ്മോടുള്ള ദൈവത്തിന്റെ കൃപ എത്ര വലുതാണ്. അത് തേനിനേക്കാൾ, തേൻ കട്ടയേക്കാൾ അത് എത്ര മധുരമാ ദൈവത്തിന്റെ വചനം, നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം. ഇന്ന് ഈ സന്ധ്യയിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ നാം ഒന്ന് ഓർത്താൽ, ഇതിനൊന്നും നമുക്ക് യോഗ്യതയില്ലായിരുന്നു. നാം ഈ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ, ദൈവസന്നിധിയിൽ നിൽപ്പാൻ നമുക്ക് യോഗ്യതയില്ലായിരുന്നു. എന്നാൽ അവൻ നമ്മെ സ്നേഹിച്ചല്ലോ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, കടന്നു വന്ന പാതകളെ ഓർത്തുകൊണ്ട്, ദൈവം ഒരു സമർപ്പണത്തോടെ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞങ്ങൾ ഇതിനൊന്നും യോഗ്യരല്ല, എങ്കിലും അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. ദൈവത്തിന്റെ ദാനമാണ്. നാം അനുഭവിക്കുന്ന എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ആ ദൈവത്തിന്റെ സ്നേഹം ഓർത്തുകൊണ്ട് കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ, അവിടുന്ന് നൽകിയ ദാനങ്ങളാണ് ഇതെല്ലാം. അവിടുത്തെ മക്കളായി തീർന്നത് കൊണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നൽകിയതാണ് സകലതും. We are so grateful towards you, Lord. ദൈവങ്ങളെ കേൾപ്പിക്കാം.
Praise the Lord. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഗാനങ്ങൾ പാടുവാൻ പ്രത്യേക കൊയർ ടീമിനെ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം പാടിയത് ബ്രദർ, ഇവരൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ പലപ്പോഴും ഒക്കെ കയറുന്നവരാണ്. ബ്രദർ റെനി ഡാനിയൽ, വിപിൻ ജോൺ, മനോജ്, പ്രിയ സവിത, ജെൻസി. പ്രൈസ് ദി, ഇവർക്കെല്ലാം പ്രത്യേക നന്ദി. ദൈവം സഹായിക്കട്ടെ. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ ഗായകനായി ഞങ്ങളുടെ ഒപ്പം ഉള്ളത് പ്രിയ ലിൻസ് ബദേലാണ്. എന്നാൽ അദ്ദേഹത്തിന് ഇതൊക്കെ ക്രമീകരിക്കേണ്ടതുകൊണ്ട് അദ്ദേഹം കൊയറിൽ നിന്നില്ല. അദ്ദേഹം പുറകിൽ നിന്ന് കട്ടന്റെ പുറകിൽ പദ്ധതികൾ ചെയ്യുന്നതാണ്. അദ്ദേഹമാണ് വളരെ മനോഹരമായി പാട്ട് പാടുന്നത്. എന്നാൽ ഇപ്പോൾ കർത്താവിന്റെ എനിക്കറിയാം സമയം ഒത്തിരി കഴിഞ്ഞുവെങ്കിലും പ്രിയ അലൻ, താന് ഡൽഹിയിൽ ജനിച്ചു വളർന്ന പ്രിയ പൈതലാണ്. മലയാളമൊക്കെ കൊഞ്ചമേ പറയത്തുള്ളൂ ഓണത്തോടെ. എന്നാലും താന് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ താൻ എന്നോട് പറഞ്ഞത്, നാട്ടിൽ താൻ കൊറോണ സമയത്ത് കുറച്ചു കാലം സ്ട്രക്കായി. അപ്പോഴാണ് മലയാളം പറയുവാനും മലയാളത്തിൽ പ്രസംഗിക്കുവാനും ഒക്കെ പഠിച്ചതെന്ന്. ഇന്നലെ ഞങ്ങളുടെ സഭയിലും ശുശ്രൂഷിപ്പാൻ ഇടയായി തീർന്നു. വളരെ മനോഹരമായി പാട്ട് പാടുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ദൈവദാസനാണ്. പ്രിയാലൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി ഒരു ചെറിയ പാട്ട് പാടും. പ്രിയാലൻ. ഹല്ലേലൂയ. ദൈവനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകമായി ദൈവം നടത്തിയ വഴികളൊക്കെ ഓർക്കുമ്പോൾ, നമ്മളിപ്പോൾ നല്ല ഗാനങ്ങൾ നമ്മൾ പാടി നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ, ദൈവം എത്ര അത്ഭുതങ്ങൾ, എത്ര നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പല ജീവിത അനുഭവങ്ങളിൽ നമ്മൾ അനുഭവസ്ഥരാണ്. എത്ര ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, എത്ര ജീവിതത്തിലുള്ള ഞെരുക്കങ്ങൾ, നിരാശകളുടെ നടുവിലും ദൈവം ഒരിക്കലും നമ്മളെ കൈവിടാത്ത ദൈവമാണ്. ലാൽച്ചായനോട് ചേർന്ന്, കുടുംബത്തോട് ചേർന്ന്, പ്രത്യേകമായി ഷാജി കെ ഡാനിയലോട് ചേർന്നും, അഗാപ്പെ സ്ഥാനത്തിൻ്റെ ബൈബിൾ കോളേജിനോടും ചേർന്ന് ആയിരിക്കുന്നത് ദൈവം തന്ന വലിയൊരു അവസരമാണ്. അതിനുപരിയായി ദൈവം തന്ന നല്ല കൂട്ടായ്മയ്ക്കായി ഇതോട് നന്ദിയോടും സ്തോത്രം പറയുന്നു. ടീമിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരോടും ചേർന്ന് ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ? എൻ്റെ വിഷയം ലാൽച്ചാൻ പറഞ്ഞു കേട്ടല്ലോ, ജൂലൈയിലായിരുന്നു എൻ്റെ കല്യാണം നടക്കേണ്ട ഡേറ്റ്. എന്നാൽ വിസ പ്രോസസ്സിങ് ഇപ്പോഴും പെൻഡിങ് ആണ്. എപ്പോഴാണ് വരുന്നത് ആർക്കും അറിയില്ല. എന്നാൽ തക്ക സമയത്ത് ദൈവം ചെയ്യും. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, ദൈവത്തിൻ്റെ സർവ്വാധികാരത്തിലും വിശ്വസിക്കുന്നു. വിളിച്ചവൻ വിശ്വസ്തൻ. ഒരു പാട്ടിൻ്റെ ചില അടികൾ മാത്രം പാടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു സമയം ദൈവം തന്നെ ആ ചില
വഴികൾ നമുക്കേവർക്കും അറിയാവുന്ന അതിൻ്റെ തന്നെ ചില ഹിന്ദി വാക്കുകളും ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ചേർന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. മലയാളത്തിൽ അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്. വിളിച്ചവനെ, വിളിച്ചവനെ, വേലയുടെ ആധാരമേ. വിളിച്ച ദൈവം വിശ്വസ്തൻ. ശബ്ദം കുറവാ. ഇന്ന് നമ്മൾ എല്ലാവരും ബൈബിൾ കോളേജിൽ പഠിക്കുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ട ജനമെന്ന് തിരിച്ചറിഞ്ഞ് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചു പാടാം. വിളിച്ചവനെ, വിളിച്ചവനെ, വേലയുടെ ആധാരമേ. बुलाया मुझे सेवा में प्रभु, इस सेवा के तुम आधार हो. हिंदी में बुलाया मुझे सेवा में प्रभु. എന്നെ ദൈവവേലയിൽ വിളിച്ചതങ്ങാണ്. ഈ വേലയുടെ ആധാരം, ഈ വേലയുടെ ദൈവമാണ് അതിൻ്റെ ഫൗണ്ടേഷൻ വെച്ചത്. മനസ്സിൽ ആ വാക്കുകൾ ഒന്നുകൂടി ചിന്തിച്ച് ഹിന്ദിയിൽ ബുലായാ മുझे सेवा में प्रभु, इस सेवा के तुम आधार हो. विलिचवने, വിളിച്ചവനെ, വേലയുടെ
ഒരുമിച്ച് പാടാം. വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ നീ ആധാരമേ. വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ നീ ആധാരമേ. വിളിച്ചവനെ വിളിച്ചവനെ എൻ വേലയുടെ നീ ആധാരമേ. ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, ഇന്ന് ഈ സൂം കോളിലുള്ള ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ ചിന്തിച്ചു, കർത്താവെ ഈ സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പേ കർത്താവെ വിശ്വാസത്തിന്റെ ഒരു ചുവട് വെക്കുവാൻ അങ്ങ് നിയമിച്ചു. അത് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ എത്ര നിന്ദകൾ, ജീവിതത്തിലെ ചോദ്യം ചെയ്യുന്ന പല അനുഭവങ്ങൾ. വിശ്വാസത്തോടെ ദൈവസ്നേഹത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിന്റെ പദ്ധതി നിങ്ങളിലൂടെ സമീപിച്ചിട്ടില്ല. ഇതുവരെ അതിന്റെ സമയം തീർന്നു പോയിട്ടില്ല. തക്ക സമയമാകുമ്പോൾ ദൈവത്തിന്റെ ഹിതം തെളിഞ്ഞു വന്ന് ഇന്ന് നിങ്ങൾ എടുത്ത വിശ്വാസത്തിന്റെ സ്റ്റെപ്പിനെ മാനിക്കുവാൻ ദൈവശക്തന. എത്ര നിന്ദകൾ, എത്ര ബുദ്ധിമുട്ടുകൾ, എത്ര ചോദ്യങ്ങൾ ചുറ്റിലുള്ള സകലരും ചോദിച്ചാലും വിളിച്ചവൻ വിശ്വസ്തനെന്ന് ദൈവം ഓർമ്മിപ്പിക്കുവാൻ, വിളിച്ച ദൈവം നടത്തുവാൻ ശക്തനെന്ന് അറിഞ്ഞുകൊള്ളുക. കർത്താവേ, ആരാധന കർത്താവേ, വചനങ്ങളിലൂടെ കർത്താവേ അങ്ങയുടെ ദാസനെ ശക്തമായിട്ട് അങ്ങ് ഉപയോഗിച്ചല്ലോ. ദൈവത്തെ അന്വേഷിക്കുന്നവരായി let us be God seekers. കർത്താവേ, ദൈവത്തിങ്കിൽ നിന്ന് നീ ആരാധനയിൽ കർത്താവെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് ഒന്നും കൂടി ഞങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന നല്ല ദൈവം അങ്ങാണല്ലോ. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളും ആരാധനകളും കർത്താവെ, ഞങ്ങളുടെ പഠനം കർത്താവെ ദൈവനാമ മഹത്വത്തിനായി നിർത്തുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്നും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഇവാഞ്ചലിസ്റ്റ് അലൻ ഫിലിപ്പ്. ദൈവം സഹായിക്കട്ടെ. വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ആ പ്രിയ പൈതലിന് എത്രയും പെട്ടെന്ന് തന്റെ ഭാവിക്കുള്ള കാര്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി പ്രിയ പൈതലിനെ ദൈവം ഒരുക്കിയെടുക്കട്ടെ. അഗാപ്പെ ബൈബിൾ, ഞങ്ങളുടെ ഓൺലൈൻ ബൈബിൾ കോളേജ് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നൽകുന്നു. ദൈവം സഹായിക്കട്ടെ. തനിക്ക് അമേരിക്കയിൽ താൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്തോത്ര ദൈവവിളിയുണ്ടായി. താൻ ദഡാറൂണിൽ, അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എത്ര പേർക്കറിയാം? ബൈബിൾ കോളേജിലെ സാഹചര്യങ്ങളൊക്കെ അറിയാമോ? സ്തോത്രം. എന്നാൽ അവിടെ നോർത്ത് ഇന്ത്യയിൽ പഠിക്കുവാനായി താൻ കടന്നുപോയി. 3.5 വർഷം പഠിച്ചാണ് ഇപ്പോൾ താൻ ഇറങ്ങിയിരിക്കുന്നത്. ദൈവത്തിന്റെ ഒരു നല്ല യോദ്ധാവായി കർത്താവിന് വേണ്ടി. ഞാൻ തന്നോട് ചോദിച്ചു, ഇനി എന്താണ് പ്ലാൻ? ജോലി ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? താൻ പറഞ്ഞു, എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ പൂർണ്ണസമയ സുവിശേഷകനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇങ്ങനെയുള്ള യുവാക്കളെയൊക്കെ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. ദൈവം തന്നെ സഹായിക്കട്ടെ. എനിക്ക് ഇങ്ങനെയുള്ള പിള്ളേരോടൊക്കെ വലിയ സ്നേഹമാണ്. കാരണം എനിക്ക് 3 ആൺപിള്ളേരാണ്. എന്നാൽ അവരൊന്നും ഇപ്രകാരമൊന്നും ആകാതിരിക്കുമ്പോൾ ദൈവം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കുന്നത് കാണുന്നത് സന്തോഷമാണ്. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ദൈവം മാനിക്കട്ടെ. തുടർന്ന് ഇച്ചിരി സമയം അതിക്രമിച്ചു പോയി. എനിക്കറിയാം കർത്താവിന്റെ ദാസൻ വളരെ സിൻസിയറായിട്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ജനിച്ചത് കൊണ്ട് വളരെ സിൻസിയറായി കർത്താവിനെ സേവിക്കുകയും ആത്മാർത്ഥതയോടെ വർഷിപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ദൈവദാസനാണ്. ദൈവം തന്നെ സഹായിക്കട്ടെ. ഇനിയും ആർക്കെങ്കിലും നമ്മുടെ ഈ ക്ലാസിന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ നല്ലതാണ്. എനിക്ക് തോന്നുന്നു കുറേ പേര് ഈ ആഴ്ചകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. ഞങ്ങളുടെ ഈ ബൈബിൾ കോളേജിന്റെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഒത്തിരി നല്ല നല്ല അനുഭവങ്ങൾ ഞങ്ങൾ ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ പൊതുജനമായിട്ട് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷനാണ്. അങ്ങനെ ഒന്നും അതിശയോക്തി പറയരുത്. നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ എപ്രകാരം നിങ്ങളെ ഇത് സ്വാധീനിക്കുന്നു എന്നുള്ളത് കേൾക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്തവരും അവരെ ഒന്ന് പരിചയപ്പെടുത്തുക. അതുപോലെ നല്ല അനുഭവങ്ങൾ ഉള്ളവരും ആ അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുന്നത് നമ്മുടെ മറ്റുള്ള സ്റ്റുഡൻസിനൊക്കെ ഒരു അനുഗ്രഹമായിരിക്കും. പ്ലീസ്.
Praise the Lord. ആദ്യ പേരും Praise- സ്ഥലവും ഒന്ന് എവിടുന്നാ ജോയിൻ ചെയ്യുന്നു ആദ്യം പരിചയപ്പെടുത്തുക. ഒന്ന് സ്ഥലവും കേട്ടോ പറഞ്ഞിട്ട്. Praise the Lord. കേൾക്കാമോ പാസ്റ്ററെ? കേൾക്കാം. ഞാൻ ബീന ജോസ് പാലക്കാട് നിന്നാണ്, നെന്മാറയ്ക്ക് അടുത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നെ ഇതിലേക്ക് ആഡ് ചെയ്തത് ലീലാകൃഷ്ണൻ, ചെന്നൈയിലുള്ള ലീലാകൃഷ്ണൻ ആന്റിയാണ്. ആന്റിയോടുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. ആന്റി ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ആന്റിയാണ്. ആന്റിയോടുള്ള നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെയൊരു അവസരം ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. ഞങ്ങൾ യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ഒത്തിരി പെന്തക്കോസ്ത് വിശ്വാസികൾ വീട്ടിൽ കടന്നു വരുമ്പോൾ അവരെ ഒത്തിരി നിന്ദിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തെ അറിയുവാനും കർത്താവിന്റെ വേലയിൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നു. വേലയിലാകുവാനും ഒക്കെ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അഗപ്പെ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ദൈവമായ കർത്താവ് ഒരുക്കി തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. വളരെ ഞങ്ങൾ ഉത്സാഹത്തോടെ പണികളെല്ലാം നേരത്തെ ചെയ്ത് കഴിഞ്ഞ ഈ ക്ലാസ്സിൽ ഞങ്ങൾ കയറാറുണ്ട്. ഒത്തിരി അനുഗ്രഹമാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും ഒക്കെ ദൈവമായ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരോടൊക്കെ ദൈവദാസന്മാരോടും പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരോടും എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ എനിക്ക് 2 മക്കളാണുള്ളത്. അവരുടെ പേര് അക്സ എന്നും ബ്ലസ് എന്നുമാണ്. അവര് വിൽസൺസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗത്താൽ ഭാരപ്പെടുന്നു. കോപ്പർ ശരീരത്തിൽ കൂടുന്ന ഒരു രോഗമാണ്. 13 വർഷമായി അവര് വെല്ലൂര് CMCയിൽ നിന്നും മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നു. 6 മാസം കൂടുമ്പോൾ ചെക്കപ്പിനായിട്ട് കടന്നു പോകണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ നിന്ദകളും പരിഹാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ദൈവമായ കർത്താവ് ഞങ്ങളെ നടത്തുന്നു, ജയോത്സവമായി നടത്തുന്നു. ഇപ്പോൾ ഞങ്ങളെ ഒത്തിരി പ്രതികൂലിക്കുകയും ഞങ്ങളെ ഒത്തിരി എതിർക്കുകയൊക്കെ ചെയ്ത പ്രിയപ്പെട്ടവർ ഞങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പൊ ആവശ്യപ്പെടാറുണ്ട്. ഞങ്ങളുടെ വീടുകളിൽ നിന്നും മറ്റാരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ കടന്നു വന്നത്. എന്നാൽ ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ചില 2-3 പേരൊക്കെ വിശ്വാസത്തിൽ കടന്നു വരാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കർത്താവിന്റെ വേലയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ ആയിത്തീരേണ്ടതിനായി എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം. പ്രത്യേക വളരെ സന്തോഷം. പ്രിയ സിസ്റ്റർ ബീന ജോസ് പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കുക. പ്രത്യേക ആ കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. പ്രത്യേക സൗഖ്യമില്ലാതിരിക്കുന്ന ആ പൈതങ്ങളെയൊക്കെ ദൈവം സഹായിക്കുകയും കർത്താവ് എത്രയും പെട്ടെന്ന് വിടുതലും അനുഭവിക്കട്ടെ. നമ്മുടെ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഒരു ദൈവിക വിടുതൽ കാണുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായിട്ട് നമുക്കെല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് അലോട്ട്, പ്രൈസ് അലോട്ട്, പ്രൈസ് അലോട്ട്. വളരെ സന്തോഷമുണ്ട്. പാലക്കാടും നിന്നും കണ്ണൂരും നിന്നും ഒക്കെ ഒത്തിരി പേര്, ഞാൻ ഈ മധ്യ തിരുവിതാംകൂറിലൊക്കെയാണ് നമ്മുടെ ആൾക്കാർ ഒത്തിരി കൂടുതലുള്ളത്. എന്നാൽ അതിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു ബൈബിൾ കോളേജിൽ പാലക്കാട്ട് നിന്നും ഒക്കെയുള്ള ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒക്കെ ഇത്രത്തോളം ദൈവ പ്രവൃത്തി നടക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഇനി ആരാണ് തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുവാൻ, നല്ല അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ? പറഞ്ഞാട്ടെ ബ്രദർ. ഞാൻ ബിൻസിയാണ്. പറഞ്ഞാട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുവാണ്. ഓക്കെ, കേക്കാം. പറഞ്ഞാട്ടെ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. കേറിയിട്ട് 3 ദിവസം ആയതേ ഉള്ളു. 3 ദിവസം എനിക്ക് ഭയങ്കര അനുഗ്രഹം. കുറെ നാൾ കൊണ്ട് ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചു തന്നതിന് നന്ദി പറയുന്നു. ഞാൻ ഓർത്തഡോക്സ് കുടുംബത്തിലുള്ളയാണ്. ഞാൻ കുറെ നാളായി ഇങ്ങനെ ഈ സമയത്ത് വന്ന് സ്നാനമൊക്കെ മുങ്ങി അങ്ങനെ എനിക്ക് ഭയങ്കര അനുഗ്രഹത്തിലായിട്ട് വന്നിരിക്കുവാണ്. എൻ്റെ കുടുംബം തിരുവനന്തപുരത്താണ്. അങ്ങനെ ഇത് കയറിയതിലും എനിക്ക് ഭയങ്കര അനുഗ്രഹമാണ് കിട്ടിയത്. ദൈവം സഹായിക്കട്ടെ. ആരാണ് ജോയിൻ ചെയ്യിപ്പിച്ച? ആരാണ് ഞങ്ങളുടെ ബൈബിൾ കോളേജിനെ പറ്റി പറഞ്ഞത്? സുകുമാരൻ. ഓക്കെ. ദൈവം ആ സഹോദരനെയും സഹായിക്കട്ടെ. ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആത്മാക്കളുണ്ട്. അവരെയൊക്കെ നമ്മളോടൊപ്പം ചേർക്കാനും ഈ ദൈവവചനം നമ്മൾ സൗജന്യമായി പഠിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. പാസ്റ്റർ ചാക്കോ ആന്റണി എന്തോ പറയുവാൻ ആഗ്രഹിക്കുന്നല്ലോ, പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. ഞാൻ എന്നാൽ പറഞ്ഞില്ല, ഞാൻ UP-യിലുള്ള നമ്മുടെ ജിജോ പാസ്റ്റർ, ഷേർലി സിസ്റ്റർ ഇതിൽ കയറാറുണ്ടായിരുന്നു. ഇപ്പോൾ കാണാനില്ല. അവരാണ് എനിക്ക് നമ്പർ തന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം UP-യിൽ പോയപ്പോൾ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് എന്നോട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളാണ് എനിക്ക് ഇതിൽ കയറാനായിട്ട് ഈ അവസരം ഒരുക്കിയത്. ഞാൻ ഹിമാചൽ പ്രദേശിലായിരുന്നു.
കർത്താവിൻ്റെ വേല ചെയ്തിരുന്നത്. സൗദിയിൽ വെച്ചിട്ട് യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചത്. റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടാണ്. ഞാനും എൻ്റെ വൈഫും മക്കളും മാത്രമേ വിശ്വാസത്തിലുള്ളൂ. ഞങ്ങളുടെ ഭവനത്തിൽ മറ്റാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. പക്ഷെ ബൈബിൾ കോളേജിൽ പഠിച്ചെങ്കിലും കർത്താവിൻ്റെ വേല ചെയ്തെങ്കിലും ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ വളരെ മാധുര്യമേറുന്ന ശബ്ദം എന്നെ വളരെ ചിന്തിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവദാസന്റെ ക്ലാസ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ വെറുതെ വായിച്ചു പോകുക മാത്രമല്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജ് തയ്യാറാക്കാൻ വേണ്ടി വായിക്കുന്നതല്ല, ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തോടു കൂടെ ദൈവവചനത്തിൽ ആശ്രയിക്കാനും, പ്രത്യേകിച്ച് ദൈവവചനത്തിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ വളരെ ഉത്സാഹത്തോടും ദൈവശബ്ദം ദൈവം നമ്മോട് സംസാരിക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടു കൂടെ ഇരുന്ന് വായിക്കാനും പഠിക്കാനൊക്കെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു കൂടുതൽ സമയം, ഇന്നലെയൊക്കെ ഞാൻ നോക്കുകയാണെങ്കിൽ കുറേ സമയങ്ങൾ ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് ഇടയായത്. അപ്പം എനിക്കതൊന്ന് പറയണമെന്ന് കരുതി പകല് ഞാൻ ദേവദാസനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് അതിൻ്റെ PDF ഫയൽ കിട്ടുകയാണെങ്കിൽ ആ ക്ലാസ്സുകളെല്ലാം കുറെ കൂടി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ എൻ്റെ ആധികാരികതയിൽ പറയാനായിട്ട് പറ്റുമല്ലോ എന്നൊക്കെ ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാനും എൻ്റെ ഭാര്യ ഗവൺമെൻറ് നേഴ്സിംഗ് സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡായി. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മകൻ ഒരാൾ UK യിലും, ഒരു മോള് മോണ്ടിസോറി സ്കൂൾ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു മോള് ബാംഗ്ലൂർ ഓഡിയോളജി സ്പീച്ച് തെറാപ്പി, അവളുടെ പഠനം കഴിഞ്ഞു, അതിൻ്റെ പ്രൊഫഷൻ പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഈ ക്ലാസ് വളരെ അനുഗ്രഹമാണെന്ന് ഞാൻ സ്വല്പം വൈകി കയറാനായിട്ട്, എങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഇതിൽ അറ്റൻഡ് ചെയ്യും, വളരെ സജീവമായിട്ട് പങ്കെടുക്കും. എനിക്ക് പരിചയപ്പെടുത്താവുന്നവരോടൊക്കെ ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവരൊക്കെ ക്ലാസ്സിലേക്ക് കയറി വരട്ടെ. നല്ല വാക്കുകൾക്ക് നന്ദി. ഇതുപോലുള്ള ദൈവദാസന്മാരൊക്കെയാണ് ഞങ്ങൾക്കൊരു അനുഗ്രഹം. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സ്വർഗത്തിലെ ദൈവം അധികം പ്രതിഫലം കൊടുത്ത് മാനിക്കട്ടെ. പ്രത്യേകിച്ച് താൻ എന്നോട് പറഞ്ഞത് അനേകരെ താൻ ബൈബിൾ കോളേജിൽ ചേർക്കാറുണ്ട്. സ്തോത്രം. ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആയിട്ട്. ഞാൻ അടുത്ത പ്രാവശ്യം അഗാപ്പെ പത്തനംതിട്ടയിലുള്ള ആ ബൈബിൾ കോളേജിലും അനേകരെ ചേർക്കുവാൻ ഞാൻ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കർത്താവിന്റെ ദാസൻ കാണിക്കുന്ന എല്ലാ നല്ല സ്നേഹത്തിനായി സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഇനി ആരെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പറഞ്ഞാട്ടെ. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ തങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞാട്ടെ. ഞാനൊരു പ്രാർത്ഥനാ വിഷയം പറയാൻ വേണ്ടിയിട്ടായിരുന്നേ. എൻ്റെ പേര് അഞ്ജു സാറാണ്. നേരത്തെ ഞാൻ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അഗപ്പ ബൈബിൾ കോളേജിൽ. ഞാൻ ഇപ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയം പറയാനാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും പനിയാൽ ഭാരപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ജുവാന, ജൂലിയ, അവർക്ക് വേണ്ടി, പിന്നെ ഹസ്ബൻഡിനും പനിയാണ്. അവർക്ക് 3 പേർക്കും വേണ്ടിയും, പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും പനിയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചോളൂ. പ്രത്യേകാൽ പ്രിയ സഹോദരി അഞ്ജു സാറ, നമ്മൾ ഒത്തിരി കേൾക്കുന്ന പേരാ. കാരണം ബൈബിളൊക്കെ ചാടി വായിക്കുന്ന ഒരു സഹോദരിയാണ്. ആ കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിക്കട്ടെ. തലമുറകളുടെ പനിയും ഹസ്ബൻഡിന്റെ എല്ലാ പൂർണ്ണ സൗഖ്യവും ആരോഗ്യം കൊടുക്കേണ്ടതിനായിട്ട് വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആരെങ്കിലും പരിചയപ്പെടുത്തുവാനോ എന്തെങ്കിലും വിഷയങ്ങൾ പറയുവാനോ ഉണ്ടെങ്കിൽ ദയവായിട്ട് പറഞ്ഞാട്ടെ. വളരെ സന്തോഷമുണ്ട്. ഒത്തിരി പേർ വളരെ ആത്മാർത്ഥതയോടെ പഠിക്കുന്നവരെ കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എനിക്കറിയാം ഇതിന്റെ വീഡിയോയൊക്കെ അപ്പം താമസിച്ച ഉടനെ രാവിലെ തൊട്ട് മെസ്സേജ് വരും. ഇന്നലത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു CV ആൻഡ്രൂസിന്റെ ആണെന്ന് തോന്നുന്നു കൂടുതൽ പഠിക്കാൻ, കാരണം പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട്. പ്രൈസ് ലോർഡ്. അപ്പം അതിനോട് രാവിലെ തൊട്ട് മെസ്സേജ് അയക്കും. കാരണം വീഡിയോ ഇന്നത്തെ അപ്ലോഡ് ചെയ്തില്ലല്ലോ. കുറഞ്ഞത് എനിക്ക് ഇന്നലെ തോന്നുന്നു ഒരു 10 പേരെങ്കിലും മെസ്സേജ് അയപ്പാൻ ഇടയായി തീർന്നു. നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥതയോടെ പിന്നെയും ഇത് കേട്ട് യൂട്യൂബിലൂടെയൊക്കെ പഠിക്കുവാൻ കാണിക്കുന്ന താല്പര്യം വളരെ അനുഗ്രഹമാണ്. വളരെ സന്തോഷം. ഇനി ആരാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? പ്രൈസ് ലോർഡ്. ഇനി ആരും പരിചയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ വിഷയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്താം. പ്രത്യേകാൽ ഇതുപോലെ നമ്മൾ ഭവനത്തിലിരുന്ന് ഡിവൈസിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ പുറകിൽ ഒത്തിരി പേരുടെ അധ്വാന ഫലം, ഒരു ടീമിന്റെ അധ്വാനമാണ്. ഇതുപോലെ നിങ്ങളുടെ ഡിവൈസിൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സൗജന്യമായി നിങ്ങൾക്ക് വേദപഠനം ലഭിക്കുന്നതിന്റെ പുറകിൽ
ഒത്തിരി അധ്വാനങ്ങളുണ്ട് ദൈവം സഹായിക്കേണ്ടതിനായിട്ട്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തോത്രം. ഇതിന്റെ പുറകിൽ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ചെറിയ ഒരു വിരൽ അനക്കുന്നവരെ പോലും ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് സാക്ഷ്യവാചകങ്ങളുടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ പ്രിയ സിസ്റ്റർ സാലി കുവൈറ്റിന്റെ സഹോദരൻ സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നു. ദൈവം ആ പ്രിയ സഹോദരി കുറച്ചു ദിവസത്തേക്ക് നാട്ടിൽ അവധിയിലാണ്. ദൈവം പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും കൊടുത്ത് ആ കുടുംബത്തെ മാനിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. മദ്രാസിൽ നിന്ന് ഒരു പ്രിയ ജെസ്സി തന്റെ ഹസ്ബൻഡ് കിഡ്നിയുടെ വളരെ രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ദൈവം ആ പ്രിയ സഹോദരിയെ സഹായിക്കേണ്ടതിനായി, ആ കുടുംബത്തെ വിടുവിക്കേണ്ടതിനായി, നമ്മുടെ കൂടെ എപ്പോഴും ബൈബിൾ കോളേജിൽ കയറുന്ന ഒരു കുടുംബമാണ്. ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. അതുപോലെ പലവിധമായ തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവരെയൊക്കെ സഹായിക്കേണ്ടതിന്, ഒരുപക്ഷെ പൊതുവായി പറയുവാൻ കഴിയാത്ത വിഷയങ്ങളിലൂടെ കടന്ന് ബുദ്ധിമുട്ടുന്നവരുണ്ട്, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്, സുവിശേഷ വേലയിൽ സ്വാതന്ത്ര്യമില്ലാതെ കഷ്ടപ്പെടുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ ശുശ്രൂഷിക്കുന്ന അനേക ദൈവദാസന്മാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യുന്നവർ, നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകാൽ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ഷാജി കെ ഡാനിയലിനായി, കുടുംബത്തിനായി നമുക്ക് സ്തോത്രം, തന്റെ തലമുറകൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം അവരെ എല്ലാം സഹായിക്കുകയും മാനിക്കുകയും താൻ കാണിക്കുന്ന നല്ല മാതൃക പുറകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവസഭയ്ക്കും ദൈവത്തിലും അനുഗ്രഹമായി തലമുറയെ ദൈവം മാനിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിന്, തന്റെ ബിസിനസ് മേഖലകളെ എല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്യാം. താൻ നേതൃത്വം കൊടുക്കുന്ന ഹല്ലേലൂയ ഡാളസിലെ ആ ദൈവസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നു. അതൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഹല്ലേലൂയ. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞാൽ ഞാൻ തിരികെ തരാമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാകിയാൽ താൻ അധ്വാനിക്കുന്നത്, തന്റെ അധ്വാന ഫലമൊക്കെ ഹല്ലേലൂയ വിതയ്ക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി അവർ സഭയായി ചെയ്യുന്ന, മിഷൻ ബോർഡായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം സഹായിക്കേണ്ടതിനായി എല്ലാവരും ഒന്ന് ആത്മാർത്ഥതയോടെ സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ഈ ബൈബിൾ കോളേജിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെല്ലാം സഹായിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം എല്ലാവരെയും സഹായിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ 5 ദൈവദാസന്മാർ തുടർമാനമായി വളരെ അധ്വാനിച്ച് നോട്ടുകൾ തയ്യാറായി അത് പവർ പോയിന്റിലൊക്കെ ആക്കി വളരെ അധ്വാനിച്ച് ദൈവവചനം പഠിപ്പിക്കുവാൻ അവർ കാണിക്കുന്ന നല്ല ഉത്സാഹത്തിനായി ദൈവം അവരെ മാനിക്കേണ്ടതിനായി, അവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി, അവർക്ക് കൊടുത്തിരിക്കുന്ന ജ്ഞാനം, അറിവ് അനേകർക്കത് വ്യാപാരം ചെയ്യുവാൻ കർത്താവ് വീണ്ടും അവരെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. സൂം ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, ലിങ്ക് ഷെയർ ചെയ്യുന്നവരുണ്ട്, ബ്രോഷർ അടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ഒരു കാര്യം പോലും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇതിനകത്ത് അനേകരെ ഉത്സാഹിപ്പിച്ച് അനേകരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നവരുണ്ട്. ദൈവം അവരെല്ലാം അമർത്തി കുലുക്കി സഹായിക്കേണ്ടതിന് ഈ ദൈവവചന പഠനം അവർക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ, അവരിലൂടെ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ അവർക്കും അവരുടെ തലമുറകൾക്കെല്ലാം അനുഗ്രഹമായി തീരുവാൻ, അനേക രാജ്യങ്ങളിൽ നിന്ന്, അനേക ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഹല്ലേലൂയ പല പ്രിയപ്പെട്ടവരും ഇതിൽ ജോയിൻ ചെയ്യുന്നുവല്ലോ. വളരെ ആത്മാർത്ഥതയോടെ ഇതിൽ ജോയിൻ ചെയ്യുന്ന, ദൈവവചനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനത്തിൽ പേടിച്ചിരുന്ന് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം പഠിക്കുന്ന പലരും ഉണ്ട്. ഇന്ന് ഞാനൊരു സഹോദരിയോട്, അയർലൻഡിൽ നിന്ന് കൂടിയ ഒരു സഹോദരിയോട് ഞാൻ ചോദിച്ചു, 2 വാക്ക് സാക്ഷി പറയാമോ? അന്നേരം പറഞ്ഞു, സാറ്റർഡേയിൽ എൻ്റെ ഹസ്ബൻഡിന് അവധിയാ, എനിക്ക് അന്ന് ഒന്നും പറയുവാൻ അനുവാദമില്ല, അല്ലെ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്, ഇടദിവസം ഒരു ദിവസം ഞാൻ പറഞ്ഞോളാവുന്നു. അതുപോലെ ഹല്ലേലൂയ സാഹചര്യങ്ങളില്ലാഞ്ഞിട്ട് ഹല്ലേലൂയ പേടിച്ച് ഹല്ലേലൂയ ഒളിച്ച് നമ്മുടെ ദൈവവചനം പഠിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. ദൈവം അവരെ എല്ലാം സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. കുടുംബമായി അവർ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ ഹല്ലേലൂയ കൽപ്പന അനുസരിപ്പാൻ ദൈവം ഇടയാകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. അനേക ഹല്ലേലൂയ മറ്റ് ഹല്ലേലൂയ സമുദായസ്ഥരായ ആൾക്കാർ, സ്നാനപ്പെടാത്ത അനേക പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൈവം അവര് ഈ ക്ലാസ്സുകളൊക്കെ അവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഹല്ലേലൂയ സ്തോത്രം. ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ദൈവിക കൽപ്പന അനുസരിച്ച് ദൈവസഭയോട് ചേരുവാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കേണ്ടതിനായി അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാർത്ഥതയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് സാക്ഷ്യവാചകങ്ങളിലൂടെ
പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ ഞങ്ങളുടെ അകപ്പെ ഹല്ലേലൂയ കൊയറിനായിട്ട് സ്തോത്രം ചെയ്യാം. അവൾ വളരെ ആത്മാർത്ഥതയോടെ സ്തോത്രം ഇന്നലെ ഒത്തിരി അധ്വാനിച്ച് സ്തോത്രം ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിപ്പാൻ ദൈവം ഇടയാക്കി. ദൈവം ആ പ്രിയ കുടുംബ ആ പ്രിയവരെ എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിന്, ദൈവവേലയ്ക്ക് വേണ്ടി അവർ കാണിക്കുന്ന നല്ല ഉത്സാഹത്തിന് സ്വർഗത്തിലെ ദൈവം അധികം പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ ഞങ്ങളുടെ ഈ ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗൾഫ് കൺട്രീസിൽ വളരെ പ്രതികൂലങ്ങള് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവം ഇതുവരെ നിർത്തിയല്ലോ. വീണ്ടും സഭയെ കർത്താവ് ഹല്ലേലൂയ വളർത്തേണ്ടതിനായി, അതിന്റെ അതിരുകളെ കർത്താവ് വിശാലമാക്കേണ്ടതിനായി, അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ സ്വർഗം ഞങ്ങളെയൊക്കെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതുപോലുള്ള ബൈബിൾ പഠനങ്ങളും അനേകരെ ദൈവവചനം ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ പോരുകളും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ട്. സ്തോത്രം ഒത്തിരി ഉണ്ടെങ്കിലും ദൈവം ബലപ്പെടുത്തേണ്ടതിന്, സഹായിക്കേണ്ടതിന് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ കൈത്താങ്ങൽ ആവശ്യമാണ്. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. കർത്താവ് നടത്തുവാൻ വിശ്വസ്തന, ഇതുവരെ നടത്തിയ ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ അഗാപ്പെ ബൈബിൾ കോളേജ് ഈ കോട്ടയത്തുള്ളതായ ആ ബൈബിൾ കോളേജിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. താൻ ഒരു വലിയ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം അതിന്റെ മേലും ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ അഗപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജ് ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്തെങ്കിൽ ഇതിനേക്കാൾ അധികമായി സ്വർഗം ദൈവം സഹായിക്കേണ്ടതിന്, അനേക പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വചനം പഠിപ്പിക്കുവാൻ ദൈവം ഒരുക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്കറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ദൈവവചനം എത്തിക്കുവാൻ, അല്ലെങ്കിൽ ആത്മീയരെ കൂട്ടുവാൻ ഇടയായി, സുവിശേഷം എത്തിക്കുവാൻ ഇടയായി ഉപയോഗിച്ചത് ദൈവം മലയാളികളെയാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് അത് അനുഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നത്. ബൈബിൾ കോളേജുകളൊന്നും ആരുമില്ല. എന്നാൽ ദൈവം സഹായിക്കണം. മലയാളികൾക്കൊന്നും മലയാളം പഠിക്കണ്ട. എന്നാൽ ദൈവം സഹായിക്കേണ്ടതിന്, ദൈവം ഒരു കൂട്ടം ജനത്തെ ഒരുക്കേണ്ടതിനാണ് എല്ലാവരും ഒന്ന് ആത്മാർത്ഥതയോടെ സ്തോത്രം ചെയ്താൽ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളെ പോലും മാനിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവം ഈ ദിവസങ്ങളിൽ ശക്തമായി ഉപയോഗിക്കണം. ദൈവം ഇടയാകേണ്ടതിന് ഈ വിഷയങ്ങളെല്ലാം ഒരുപക്ഷെ ഞാൻ പറയാത്ത വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. ദൈവം ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കേണ്ടതിന്, ഇതിനുവേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്, മറ്റു രീതിയിൽ അധ്വാനിക്കുന്നവരുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്നും സമയത്ത് ഇത് തുറന്നു തരുന്നവരുണ്ട്. പാസ്റ്റർ ജെഫ്രി, അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പാസ്റ്റർ സൂരജിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. താന് ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ ഒരു ദൈവസഭയ്ക്കും താൻ നേതൃത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. തായ്ലാൻഡില് ദൈവം തന്നെ മാനിക്കേണ്ടതിന്, അനുഗ്രഹിക്കേണ്ടതിന്, തന്റെ സമയവും ഒക്കെ ഒരുക്കുന്നത് അത് ദൈവം തന്നെ മാനിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അങ്ങനെ എല്ലാ വിഷയങ്ങളും ഓർത്ത് ഒരുപക്ഷെ ഞാൻ പൊതുവായി പറയുവാൻ മറന്ന വിഷയങ്ങളുണ്ട്. എന്നാൽ ദൈവം എല്ലാം നന്നായി അറിയുന്ന ദൈവം, നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവം. ഒത്തിരി പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും സഹായിക്കുകയും മാനിക്കുകയും തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന അനേക ആന്റിമാരുണ്ട്. സ്വതന്ത്ര വിവാഹത്തിന് വേണ്ടിയൊക്കെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ട്. ദൈവം അവരെ എല്ലാം സഹായിക്കുകയും മാനിക്കുകയും ഉപരിപഠനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവര് അവരെ എല്ലാം ദൈവം ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. Praise the Lord, 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 praise the Lord. Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. നമ്മുടെ അധ്വാനം, നമ്മുടെ ഓട്ടമൊന്നും വൃഥാവാക്കാതെ ദൈവം സഹായിക്കുകയും മാനിക്കുകയും ചെയ്യാം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ട ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord, 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 praise the Lord. Hallelujah, 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 hallelujah. Praise the Lord. നാം എല്ലാവരും വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ സാറാമ ഷാജി അവസാനമായി പ്രാർത്ഥിച്ചാണ്. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹാവരിസ്ഥൻ തിരുമാനങ്ങളുടെ സ്വർഗീയപിതാവേ, തിരുവാതിരയുടെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ആരാധന ആദിയോടത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടി പ്രവർത്തിച്ചവൻ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, ആരാധന, വചന സൃഷ്ടിയൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ സന്നിധിയിൽ താണിരിക്കുമ്പോൾ അവിടുത്തെ വലിയ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും പകർന്ന് കർത്താവ് ഞങ്ങളെ വഴി നടത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും ആ ക്രൂശിന്റെ സാക്ഷികളായി ഓരോ ചൂടും മുൻപോട്ട് വെക്കുവാനൊക്കെ വേണം. കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന്
പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് പൊഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. മൺപൊടികളാടി ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ വലിയ കൃപയിൽ ഞങ്ങൾ ഓരോരുത്തരെയും സൂക്ഷിക്കുമാറാണമേ. ഇന്നത്തെ വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, ഞങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും, ഞങ്ങൾ ദൈവത്തെ എങ്ങനെ അന്വേഷിക്കണം എന്നുള്ളത് ദൈവത്തെ എങ്ങനെ കണ്ടുമുട്ടണമെന്ന് ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ തന്നെ ശോധന ചെയ്യുന്നുണ്ട്. എൻ്റെ ദൈവത്തോട് ഞങ്ങൾ അടുത്ത് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ അറിയുന്ന ഒരു ദൈവം അവിടുന്ന് മാത്രമാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രത്യാല വചനം പഠിപ്പിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപയുടെ മറവിൽ മറയ്ക്കണം. ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവിടുത്തെ വചനങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത് വേണ്ടവണ്ണം ഗ്രഹിക്കുവാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കാൻ കർത്താവ് സഹായിക്കുമാറാണമേ. കൊയ്ത്ത് വളരെയുണ്ടോ, വേലക്കാരോ ചുരുക്കം ദിവസങ്ങളിൽ വേലയ്ക്ക് വേണ്ടി തന്റെ ദാസന്മാരെ കർത്താവ് ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട അനേക വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുമാറാണമേ. ഈ സ്നോം പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത് അനേക രാജ്യങ്ങളിൽ നിന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെയും ചെയ്യുമ്പോൾ അത് ദൈവകൃപയോടുകൂടി ചെയ്യുവാൻ കർത്താവ് പിന്നെയവരെ സഹായിക്കണം. ഓരോരുത്തരുടെയും ഭവനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണം. സർവ്വ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. കർത്താവിന്റെ വേലയിലായിരിക്കും ദൈവദാസന്മാരെ എല്ലാം ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേലയിൽ അധികമായി വർദ്ധിച്ചു വരുവാൻ, അനേകരെ നിങ്ങളിലേക്ക് നേടിയെടുക്കുവാൻ കർത്താവ് കുടുംബമായവരെ മാനിച്ച് അനുഗ്രഹിക്കണേ. സർവ്വ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാൽ അൽപാസർക്കായി സ്തോത്രം ചെയ്യുന്നു. ഷാജി പാസർക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയുടെ മറയിൽ ഓരോരുത്തരെയും മറയ്ക്കുമാറാണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ക്രൂശ് വഹിച്ച കർത്താവെ, ഹല്ലേലൂയ, ചുമപ്പാൻ വേണ്ടി തിരഞ്ഞെടുത്ത അശീമോന്റെ തലമുറകളെ മാനിച്ചതുപോലെ കർത്താവിന് ഹല്ലേലൂയ വേലയിലായിരിക്കുന്ന ദാസന്മാരെ കർത്താവ് കുടുംബമായി മാനിച്ച് അനുഗ്രഹിക്കണം. സർവ്വ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. ഇന്ന് രാത്രികാലം കർത്താവെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന വിഷയങ്ങളെ ദൈവകരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അഞ്ജു സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. ആ ഫാമിലി കർത്താവെ പനിയുടെ അസ്വസ്ഥകളാൽ ഭാരപ്പെടുന്നു. അവിടെ കർത്താവിന്റെ ആണിപ്പഴുതുള്ള കരം തൊട്ട് സൗഖ്യമാക്കുമാറാണമേ. സൗഖ്യദായന യേശുവിന്റെ ഹല്ലേലൂയ ആ ആണിപ്പഴുതുള്ള കരം തൊടുന്നത് അനുഭവിച്ചറിയുവാൻ പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണം. ബീന സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. വേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണം. കുഞ്ഞുങ്ങള് കർത്താവെ സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരമടും തൊടുമാറാണമേ. പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണം. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആച്ചരുന്നു പറയുവാനുള്ള ഒരു വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് സഹായിക്കണം. സലി സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. പൂർണ്ണ സൗഖ്യവും ബലവും എന്റെ കർത്താവ് അവിടുന്ന് പകരുമാറാണമേ. ജസിസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാസൻ സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. പൂർണ്ണ സൗഖ്യവും ബലവും എന്റെ കർത്താവ് കൽപ്പിക്കണം. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഹല്ലേലൂയ രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും വേദനയുടെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്നവരെ എല്ലാം ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആണിപ്പഴുതുള്ള കരം തൊട്ട് സൗഖ്യമാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പഠിക്കുമ്പോൾ അതിനെതിരെ നിന്ന് ശത്രു പ്രതികൂലമായി പോരാടുമ്പോൾ അതിന്റെ മധ്യത്തില് എന്റെ ദൈവത്തിന്റെ വലിയ കരം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാല തലമുറകളെയെല്ലാം ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ തലമുറകളൊക്കെ വിവിധ രാജ്യങ്ങളില് വിവിധ ഇടങ്ങളിൽ കർത്താവെ ആയിരിക്കുന്ന ആ ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടി നിന്ന് പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച അതോടൊപ്പം കർത്താവെ തലമുറയുടെ ഭാവിയെ ഓർത്ത് പഠനങ്ങളെ ഓർത്ത് കർത്താവെ ഭാരപ്പെടുന്നവരെ എല്ലാം ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടുമാറാണമേ. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ കർത്താവ് കാരണമാക്കി തീർക്കണം. സാമ്പത്തിക പ്രതിസന്ധി മധ്യത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചാട്ട് കർത്താവെ. അവിടുത്തെ സ്വർഗീയ ഭണ്ഡാരത്തിൽ ഒന്നിനും മുട്ടില്ല. സ്വർഗീയ ഭണ്ഡാരം തുറന്ന് ആവശ്യമാർന്ന എല്ലാ ദൈവവും പറഞ്ഞ് കർത്താവ് വഴി നടത്തണം. കർത്താവെ എന്നെ തന്നെ ദൈവകരങ്ങളിൽ ഒരു പ്രാവശ്യം കൊണ്ട് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവസങ്ങളിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ പിന്നെയും സമയങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി അധികമായി ശോഭിപ്പാൻ കർത്താവ് സഹായിക്കും.
സഹായിക്കുമാറാണമേ. കർത്താവേ, കർത്താവിന്റെ വേലയിലായിരിക്കും ദൈവദാസന്മാര് പ്രതികൂലങ്ങള് പ്രതിസന്ധികളുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഈ സമയം ഓർത്തു പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വിരോധികൾ ശക്തിയോടെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സുവിശേഷ വിരോധികളുടെ ഹൃദയങ്ങളോട് കർത്താവ് കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമാറാണമേ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ കർത്താവ് സഹായിക്കണം. ഒരു ഹല്ലേലൂയ, 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 ഒരു ഹല്ലേലൂയ. ശൗലിനെ ഒരു പൗലോസാക്കി തീർന്നതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവമേ ചില കുടുംബങ്ങളെ, വ്യക്തികളെ കർത്താവ് അവിടുന്ന് സന്ദർശിക്കണം. അവിടുത്തെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് ഒരുക്കിയെടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം. എന്നെ തന്നെ ദൈവകരങ്ങളിൽ പിന്നെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ അഗപ്പ ബൈബിൾ കോളേജിനെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതധികമായി വർദ്ധിച്ചു വരുവാൻ ദിവസങ്ങളിൽ ബൈബിൾ കോളേജുകളിൽ പഠിക്കുവാൻ കർത്താവെ തലമുറകളില്ലാതിരിക്കുമ്പോൾ വരും തലമുറകളിൽ ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ നിൽപ്പാൻ കർത്താവ് ഒരുക്കിയെടുക്കണം. അവിടുത്തെ വചനം ശക്തിയോടെ ഘോഷിപ്പാൻ ജീവിതങ്ങളെ അവിടുന്ന് ഒരുക്കിയെടുത്തോളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എന്നെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങളൊക്കെ 100 മേനി ഫലം കായ്പാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. പിന്നെയും ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വിട്ടുപോയ എല്ലാ വിഷയങ്ങളിലും കൂടുന്ന് പ്രവർത്തിക്കണം. പ്രാർത്ഥനത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിനെ ആമേൻ. ഷാജി പാസ്റ്റർ അവസാനം ആശീർവാദം പറയും. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ. ഇന്ന് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാട്ടുകളോട് നമ്മളെ സഹായിച്ച നമ്മുടെ അഗാപ്പെ ചർച്ച് ഖത്തർ കോയർ സ്പെഷ്യൽ ഗസ്റ്റ് ആയി വന്ന പ്രിയ സഹോദരൻ, ഇന്ന് സാക്ഷി പറഞ്ഞ എല്ലാ ദൈവമക്കളും, പാട്ട് പാടിയ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആശീർവാദത്തോടെ നമുക്ക് കടന്നു പോവാം. രാത്രികാലം നമുക്ക് കർത്താവ് ചെയ്യുന്നതിനായി കർത്താവിനെ സ്തുതിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെ, നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും നമ്മുടെ ബൈബിൾ കോളേജിനോടുകൂടെയും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവോടെ ഞാൻ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ അങ്ങ് വരണമേ. God bless you. Have a blessed night. ആമേൻ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.